Hi viewers, Niyabella Fashions in the Pudia video like എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും വീട്ടിൽ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ ആയിരുന്നു. പെട്ടെന്ന് ലോക്ക്ഡൗൺ ആയി, ഷോപ്പൊന്നും തുറക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പുതിയ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ കുറെ ദിവസമായി നമ്മൾ കണ്ടിട്ട്. അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോക്ക്ഡൗൺ മാറി ഞാൻ ഷോപ്പിലേക്ക് ചെന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ മെഷീൻ ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മെഷീൻ സ്റ്റക്കാണ്. ഞാൻ ഒരു കംപ്ലൈന്റും ഇല്ലാത്ത മെഷീൻ വെച്ചിട്ട് പോയതാണ്. പക്ഷെ ഇപ്പൊ ചെന്ന് നോക്കുമ്പോൾ മെഷീൻ സ്റ്റക്കായിരിക്കുന്നു, അനങ്ങുന്നില്ല. അപ്പൊ എന്റെ മെഷീൻ വെച്ചിട്ട് ജാക്ക് F4 ആണ്. ജാക്ക് F4ന്റെ അപ്പൊ ഞാൻ പിന്നെ അത് നോക്കിയപ്പോ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഡിസ്പ്ലേയിൽ വന്നത് ഈവൺ ഇറർ ആണ് വന്നത്. അപ്പൊ ഈവൺ ഇറർ പിന്നെ എവിടെയില്ല, സർവീസ് സെന്റർ ഒന്നുമില്ല, ആരുമില്ല, ആർക്കും വരാനും പറ്റില്ല. അപ്പൊ നമ്മൾ തന്നെ പരിഹരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് നോക്കി, എന്താണ് ഈവൺ എറർ. മാനുവലിൽ നോക്കിയപ്പോൾ ഈവൺ എററിനെ കുറിച്ച് കാണിച്ചു. പിന്നെ ഞങ്ങളത് സ്വന്തം പരിഹരിക്കാനുള്ള മാർഗങ്ങളായി. ഈവൺ എറർ 2-3 കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരും ഈവൺ എറർ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ 3 കാരണങ്ങളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാരണം. ആദ്യത്തെ ഒരു റീസൺ കണ്ടിട്ട് അതാണ് ഈവൺ എറർ എന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യരുത്. 2-3 റീസൺസ് ഉണ്ട്. അത് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജാക്ക് മെഷീനിലെ ഈവൺ ഇറർ എങ്ങനെ പരിഹരിക്കാമെന്നാണ് നമുക്ക് ഇന്ന് നോക്കാവുന്നത്. ഈവൺ ഇറർ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ത്രെഡ് എല്ലാം ചെക്ക് ചെയ്യണം. ആദ്യം ബോബിൻ കേസൊക്കെ ഊരിയിട്ട് അവിടെ എവിടെയെങ്കിലും എവിടെയെങ്കിലും ജാമായി കിടക്കുന്നുണ്ടോ, ചുറ്റി കിടക്കുന്നുണ്ടോ എന്ന് നല്ല വ്യക്തമായിട്ട് നോക്കണം. ഒരു കഷ്ണം നൂലുണ്ടെങ്കിലും നമുക്ക് ഇറർ കാണിക്കും. അപ്പം അവിടെ ചെക്ക് ചെയ്തോ, അവിടെ നൂലൊന്നുമില്ല, അവിടെ എല്ലാം ക്ലീനാണ്. അപ്പം അടുത്ത് നമുക്ക് അതിൻ്റെ ചുറ്റിനും എവിടെയെങ്കിലും നൂല് കിടക്കുന്നുണ്ടോ നോക്കണമില്ല. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഓയിൽ ടാങ്കിൽ ഓയിലുണ്ടോയെന്നാണ്. അപ്പോൾ ഹൈയിലാണ് ഓയിൽ നിൽക്കേണ്ടത്. ഇതിനകത്ത് ലോയിൻ്റെ താഴെ പോയിട്ടില്ല, അതുകൊണ്ട് ഓയിലിൻ്റെ പ്രോബ്ലം അല്ല. അപ്പം ഈ 2 പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈവൺ ഇറർ കാണിക്കും. അപ്പോൾ ഈ 2 പ്രോബ്ലം നമുക്ക് ഈ മെഷീനിലില്ല. അപ്പോൾ നമുക്ക് ഇനി മെഷീൻ ക്ലോസ് ചെയ്തിട്ട് അപ്പോഴും ഈവൺ ഇറർ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ് സൈഡ് കാണുന്ന വീല് നമ്മൾ ഫ്രണ്ടിലേക്ക് മെഷീൻ കറക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ വീലിൽ ശക്തമായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ബാക്കിലേക്ക് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കുക. അപ്പോൾ ഫ്രണ്ടിലേക്ക് കറക്കുന്ന ഒരു വീലാണ് അത്. നല്ല ഫോഴ്സിൽ ഞാൻ കൈ പിടിച്ചതുപോലെ റൗണ്ടിൽ പിടിച്ചിട്ട് ബാക്കിലേക്ക് ഒന്ന് കറക്കിയിട്ട് മെഷീൻ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുക. അപ്പം അന്നേരം ആ എറർ മാറിയിട്ടുണ്ടാവും. ഓഫ് ചെയ്തിട്ട് മെഷീൻ ഒന്നും കൂടി ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഈവൺ എറർ മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെയാണ്, മെഷീൻ ഓക്കെയാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് ഈവൺ എറർ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ വീലിൽ ഫ്രണ്ടിലേക്ക് തിരിക്കുന്ന ഒരു വീലാണ് നമുക്കറിയാം. അത് നല്ല ഫോഴ്സിൽ ബാക്കിലേക്ക്, ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോഴ്സിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടെ അവിടെ 2 ഹോളുണ്ട്, ഒരു സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഒരു ഫോഴ്സ് കൊടുക്കാവുന്നതാണ്. കാരണം നമുക്കത് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചിലപ്പം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം. പക്ഷേ ശ്രദ്ധിക്കണം, അത് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൈ കൊണ്ടൊരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ബാക്കിലേക്ക് ഒരു വട്ടം കറക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ സ്റ്റക്ക് മാറി കിട്ടും, ജാമായിരിക്കുന്നത് വീല് ഫ്രീ ആയി. അപ്പോൾ ഈവൺ എറർ മാറി നമ്മൾ മെഷീൻ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടോ, സ്റ്റിച്ച് റെഡിയാണ്. ഈ ജാക്ക് മെഷീൻ്റെ ഈവൺ എറർ എങ്ങനെ മാറ്റുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പം റെഡി ആയിട്ടുണ്ട്, ഈവൺ എറർ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്കിത് ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇത് പ്രയോജനപ്പെടും. ഇടയ്ക്കിടയ്ക്ക് മെഷീൻ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നതാണ്. അപ്പം ജാക്ക്, ബ്രൂസ് അങ്ങനത്തെ ആ ലെവലിലുള്ള മെഷീനിലെല്ലാം ഇത് പരീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഇപ്പൊ കാണുമ്പോൾ അറിയാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ മെഷീൻ എന്താണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്കിത് ഉപകാരപ്പെടുത്താം. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.